എവിടെയായിരുന്നു? എത്ര നേരം ഞാൻ കിടന്ന് വിളിച്ചു കൂവുന്നു. ഇത് വെറും സ്പ്രെയിൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. സോഫയിലേക്ക് ഇരുത്ത്. പിടിച്ചോളേ. എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വന്നാൽ മതി, കൊച്ചു കുട്ടികളെ പോലെയാവും. ഇതുപോലൊരു അവസ്ഥ വരുമ്പോഴേ മനസ്സിലാവൂ. എനിക്ക് കുടിക്കാൻ കുറച്ച് തണുത്ത വെള്ളം തരാമോ? 1 minute. രാകേഷിന്റെ ഫോണിന് എന്ത് പറ്റി? ഞാൻ കുറെ നേരം വിളിച്ചു. എന്റെ വീഴ്ചയുടെ അത് വെള്ളത്തിൽ പോയി, നടുവും പോയി, ഫോണും പോയി. രണ്ടും ഒരുമിച്ചാണോ പോയത്? അതിന്റെ ഓർഡർ അറിഞ്ഞിട്ടെന്തിനാ? ഈ പെയിൻ ഇങ്ങനെ വെച്ചോണ്ടിരിക്കണ്ട, നമുക്കിപ്പോ തന്നെ ഡോക്ടറെ പോയി കാണാം. വേണ്ട സീമ, നാളെ രാവിലെ പോവാം. ഇന്നത്തെ പാർട്ടി മിസ് ചെയ്യാൻ പറ്റില്ലെന്ന് സീമയ്ക്ക് അറിയാലോ. ഡോണ്ട് ബി സ്റ്റുപ്പിഡ് രാകേഷ്, ഇതത്ര സില്ലി ആയിട്ട് എടുക്കരുത്. അപ്പുറത്ത് തോമസ് സാറിന്റെ കാര്യം അറിയാലോ, പാവം 6 മാസം ബെഡിൽ കിടക്കേണ്ടി വന്നത്. എനിക്ക് അങ്ങനെ അത്ര പ്രായമൊന്നും ആയിട്ടില്ല. ഇതൊരു മണിക്കൂറിനാണ് ശരിയാവും, എനിക്ക് ഉറപ്പാ. രാകേഷിനോട് ഞാൻ സംസാരിച്ചാ ശരിയാവില്ല. എന്നാ സംസാരിക്കണ്ട, തീർന്നില്ലേ? പരിക്ക് കാരണം ഇന്ന് ടെണ്ടുൽക്കർ കളിക്കുന്നില്ലെന്ന് കേട്ടു. അവസാനം ഇന്ത്യ തോറ്റാ ഞാൻ പാടും. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി. ആ പാട്ട് നിന്റെ അമ്മായിയപ്പന്റെ 16 അടി യന്ത്രത്തിന് പാടിയാ മതി. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, സത്യാമൻജിയുടെ അമ്മായി അച്ഛൻ മരിച്ചത് ജി ബോൾ ചെയ്തപ്പോ ബോള് കയ്യിൽ നിന്ന് സ്ലിപ്പായി മൂപ്പിലാന്റെ തലയിൽ കൊണ്ടിട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണോ? ഞാൻ സിക്സർ അടിച്ചെന്റെ സന്തോഷത്തിൽ ഹാർട്ട് അറ്റാക്ക് വന്ന അമ്മായി ഇപ്പം തട്ടിപ്പോയത്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ബോള് ജിയുടെ ബാറ്റ് കൊണ്ടതിന്റെ ഷോക്കിലാവും. വെക്കടാ കിഴങ്ങാ ഫോൺ. വയ്ക്കുന്നു. പഞ്ചപാണ്ഡവ, കോദണ്ഡപാണി, ദക്ഷ പ്രജാപതി. മലതേ, ഇന്നാണ് രാകേഷ് സാറുമായിട്ടുള്ള മീറ്റിംഗ്. വല്ലാത്തൊരു നെർവസ്നെസ്. ഇത് കൊള്ളാം. എല്ലാവർക്കും ഏത് കാര്യത്തിനും ധൈര്യം കൊടുക്കുന്ന ആളാ. വേറൊന്നുമല്ല, ഇങ്ങനെ ഒരു ഡിന്നറിന് ഗസ്റ്റ് ആയിട്ട് ഞാൻ ആദ്യമായിട്ടാ പോകുന്നത്, അതുകൊണ്ടാ. എല്ലാം ഭംഗിയാവും സാറേ. ഷുവർ. ഓക്കെ, താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. എന്റെ ഈ പുതിയ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? നന്നായിട്ടില്ല അല്ലേ? എനിക്കും അത്ര ഇഷ്ടമായില്ല. സിമ്പിൾ സ്റ്റൈലായി എപ്പോഴും നല്ലത്. ശരിയാ. ഒരു ഓൾ ദി ബെസ്റ്റ് പറയും. ഓൾ ദി ബെസ്റ്റ്. ഉണ്ണി സാർ അവിടെയും ഒരു കലക്ക് കലക്കും. താങ്ക് യു വെരി മച്ച്. എന്തായാലും അയാളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ശരിയായില്ല. ക്ലബിന്റെ അഡ്രസ് കൊടുത്താ പോരായിരുന്നോ? ഇവിടെ വെച്ചൊരു പ്രിലിമിനറി ടെസ്റ്റ് കൂടെ നടത്തിയിട്ട്. ടെസ്റ്റോ? ആ, ഫോണിൽ സംസാരിച്ച പരിചയമല്ലേ ഉള്ളൂ. ആളെ ഒന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയാൽ. റാഗിങ് ഒന്നുകൂടി കൊഴുപ്പിക്കാം അല്ലേ? അങ്ങനെയൊന്നുമില്ല. അല്ല, സീമയ്ക്ക് ആളെ പരിചയപ്പെടണ്ടേ? അയ്യോ, ആ രക്തത്തിന്റെ പങ്ക് എനിക്ക് വേണ്ട. നല്ലൊരു സിംഗറാണ്. ഒരു പാട്ടുകാരിയുടെ ഭർത്താവ് തന്നെ വേറൊരു പാട്ടുകാരനെ ഇൻസൾട്ട് ചെയ്ത് വിടണം. സീമയ്ക്ക് ഇപ്പോഴും ഞങ്ങളുടെ ഡിന്നർ പാർട്ടിയുടെ ഒരു സ്പിരിറ്റ് ഉൾക്കൊള്ളാൻ കഴിയില്ല. വലിയ വലിയ ആൾക്കാരുടെ വലിയ വലിയ ഗെയിമുകൾ എന്നെ പോലുള്ളവർക്ക് മനസ്സിലാക്കാൻ അല്പം പ്രയാസം. ആളെത്തിയോ? അരമണിക്കൂർ നേരത്തെയോ? അത് അയാളല്ല, പിന്നെ ഡോക്ടർ മോഹനചന്ദ്രൻ. ഡോക്ടർ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്? ഡോക്ടർ അങ്ങോട്ട് പോയി കണ്ടാലല്ലേ ക്ലബിലെ ഇന്നത്തെ പ്രോഗ്രാം മുടങ്ങൂ. ഇങ്ങോട്ടൊന്ന് കാണാലോ. വരുന്നു ഡോക്ടർ. സീമ, യു ആർ ടു ഗുഡ്. ഗുഡ് ഈവനിംഗ് ഡോക്ടർ. വെരി ഗുഡ് ഈവനിംഗ്. വരൂ. താങ്ക് യു. രാകേഷ്. ഹായ് ഡോക്ടർ. പെയിൻ ഉള്ളപ്പോ ഹായ് ഡോക്ടർ എന്ന് പറയാൻ പാടില്ല, ഹയ്യോ ഡോക്ടർ എന്ന് പറയണം. 2 ആഴ്ചത്തേക്ക് ബെഡ് റെസ്റ്റ് ഒന്നും ആജ്ഞാപിച്ചേക്കരുത്. എന്തെങ്കിലും പെട്ടെന്ന് മാറാനുള്ള ഒരു മരുന്ന്. എന്നാ പിന്നെ എന്താ മരുന്നെന്ന് കൂടി പറഞ്ഞു തന്നാ പണി എളുപ്പമായിരുന്നു. എന്തെങ്കിലും ബിസിനസ് ടൂർ ഉണ്ടോ? അതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് എൻഗേജ്മെന്റ് ഉണ്ട്. ഫ്രൈഡേ ഡിന്നർ പാർട്ടി. ഓ, അപ്പാവികളെ വിളിച്ച് വട്ടാക്കി വിടുന്ന നിങ്ങളുടെ ഫുഡ്സ് പാർട്ടി. എക്സാക്ട്ലി. ഡോക്ടർ വളരെ പ്രിസൈസ് ആയി ഡിഫൈൻ ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. സീമ പ്ലീസ്, ഈ പാർട്ടിയുടെ പേരും പറഞ്ഞ് നമ്മൾ ഒരുപാട് ഉടക്കി കഴിഞ്ഞു. ഇനി വേണ്ട. കണ്ടോ ഡോക്ടർ, ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞണം കുത്തുക. എന്ത്? ഒരു ഉത്തരവും മുട്ടിയിട്ടില്ല. സീമ പറയുന്നത് പോലെ ഇത് അത്രയ്ക്കൊരു ക്രൂവൽ ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഡോക്ടർക്ക് എന്ത് തോന്നുന്നു? അല്ലേ? ഇറ്റ്സ് ജസ്റ്റ് ഫോർ ഫൺ. ഇത് ആസ്വദിക്കണമെങ്കിൽ പ്രത്യേകിച്ച് ഒരു കലാബോധം വേണം. മനുഷ്യത്തില്ലാത്ത ഏത് പ്രവൃത്തിക്കും കലയുമായി ഒരു ബന്ധം ഉണ്ടാവില്ല. പോയി ഉടക്കി പോയതാ.
ഡോക്ടർ ആള് ഭയങ്കരനാട്ടോ. വ്യക്തമായിട്ടൊരു അഭിപ്രായം പറയാതെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടങ്ങ് മുങ്ങി. അതെന്റെ ജോലി അതല്ല. അവസാനം മധ്യസ്ഥം പ്രതിയാവും. ഞാൻ എന്റെ ജോലി നോക്കാം, ഇയാൾ കിടക്ക്. മലന്ന് കിടക്കണോ കമന്ന് കിടക്കണോ? കമന്നിട്ട് മലന്ന് കിടക്ക്. അവിടെ നല്ല പെയിനാ. ഈ ക്ലബ് ആക്ടിവിറ്റീസ് എല്ലാം ഹൈ സൊസൈറ്റി പൊങ്ങച്ചങ്ങളാണെന്നാണ് സീമ പറയുന്നത്. ഞാനൊരു ബർഗറോ പിസയോ കഴിക്കുമ്പോൾ പറയും ഈ നാട്ടിൽ ഒരുപാട് പേര് പട്ടിണി കിടക്കുന്നുണ്ട്. ഞാനൊരു ബർഗർ വേണ്ടെന്ന് വെച്ചാൽ ഈ നാട്ടിലെ പട്ടിണി മാറുമോ ഡോക്ടർ? സാധ്യത കുറവാ. സീമയുടെ ഇങ്ങനത്തെ കോംപ്ലക്സ് ഒക്കെ മാറ്റാനുള്ള മരുന്ന് വല്ലതും ഡോക്ടറുടെ കയ്യിലുണ്ട്? ഞാൻ സൈക്കാട്രിസ്റ്റ് അല്ല, ഓർത്തോപീഡീഷ്യനാ. അപ്പൊ ഇതൊരു മാനസിക പ്രശ്നമാണെന്ന് ഡോക്ടർ തന്നെ സമ്മതിച്ചു. അത് മതി. സീമ കേൾക്കണ്ട. കേട്ടാലെന്താ, സത്യമല്ലേ പറഞ്ഞത്? ഒരു പഴഞ്ചൻ ഐഡിയോളജിക്കാരിയാണ് ഡോക്ടർ എനിക്ക് ഭാര്യയായിട്ട് കിട്ടിയത്. നേരെ ഓപ്പോസിറ്റാ നമ്മുടെ കേസ്. പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ആഹാരമൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കം കഴിയുമ്പോഴാ ഭാര്യ ക്ലബിൽ നിന്ന് വരുന്നത്. ഫുഡ് കഴിച്ചോ ഡാർലിംഗ്, ഗുഡ് നൈറ്റ്. ഒരു ദിവസം കഴിഞ്ഞു. ഞാൻ ഇറങ്ങാ. എവിടെ പോകുന്നു? ഒരു റെക്കോർഡിംഗ് ഉണ്ട്. ഓഹോ, ക്ലബിൽ പോണ്ടേ? ബഷീർ ഡ്രോപ്പ് ചെയ്യും. ഞാൻ എൻ്റെ കാറിൽ പോയിക്കോളാം. ബൈ ഡോക്ടർ. ബൈ. എനിക്ക് എന്റെ ഭാര്യ ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഡോക്ടർ. ഈ പെണ്ണെന്ന് പറയുന്ന വർഗത്തിന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നേരം വൈകുന്നല്ല. ഇനി നേതാജി നഗറിലേക്ക് എപ്പോഴാ ബസ്? നേതാജി നഗറിലേക്ക് ഇതുവഴി ബസ്സേ ഇല്ല. ബസ് ഇല്ലേ? എങ്കിൽ ആ വരും. നേരത്തെ പറഞ്ഞോളൂ. ചോദിച്ചാലല്ലേ പറയാൻ പറ്റൂ. അങ്ങോട്ട് ചോദിക്കാതെ ഇങ്ങോട്ട് ചെയ്തു തരുന്നതിന് ഉപകാരം എന്ന് പറയുന്നത്. ഓട്ടോ എങ്ങോട്ടാ സാറേ? പോകാം, നമുക്ക് പോകാം നേതാജി നഗറിലേക്ക്. ഇങ്ങനെ പാട്ടുകളും മറ്റും പാടിക്കൊണ്ട് പോയാലേ എക്സ്ട്രാ തരേണ്ടി വരും. എക്സ്ട്രാ? എനിത്തിങ് സീരിയസ്? നത്തിങ് ടു വറി. യു ആർ പെർഫെക്റ്റ്ലി ഓക്കെ എന്ന് പറയണമെങ്കിൽ ഞാൻ ഒരു ഇഡിയറ്റ് ആയിരിക്കണം. പക്ഷെ അല്ലല്ലോ. മിനിമം ഒരു 3 ദിവസമെങ്കിലും ബെഡ് റെസ്റ്റ് വേണ്ടി വരും. അയ്യോ, ഈ സ്റ്റേജിൽ ഒരു 100 അടി നടക്കുന്ന പോലും റിസ്കാ. ഡിന്നർ പാർട്ടിയുടെ കാര്യമൊക്കെ മറന്നേക്ക്. ഡോക്ടർ പ്ലീസ്. നോ ആർഗ്യുമെന്റ്സ് പ്ലീസ്. ഇന്നത്തെ ഒരു ദിവസത്തേക്ക് എന്തെങ്കിലും ഒരു പെയിൻ കില്ലറോ സെഡേറ്റീവോ തന്നിട്ട്. വേണമെങ്കിൽ സെഡേറ്റീവ് തന്നെ ഇവിടെ ഉറക്കി കിടത്താം. പക്ഷെ മൂവ്മെന്റിന്റെ കാര്യം നോ വേ. നല്ലൊരു ചാൻസ് മിസ്സായി. ഇന്നത്തെ പാർട്ടി നടന്നില്ലെങ്കിൽ പിന്നെ ആ കൃഷ്ണനുണ്ണിയെ ഫ്രീ ആയിട്ട് കിട്ടണമെന്നില്ല. ആളത്രയ്ക്ക് ബിസിയാ. ഇൻകം ടാക്സ് ഇൻസ്പെക്ടറാ, ഗ്രേഡ് 2. 2 വർഷം കൂടെ കഴിഞ്ഞ ഓഫീസർ ആവും. ഇത് കള്ളുഷാപ്പിലെ കൂട്ടുകാരനെ വീട്ടിൽ വിളിച്ചോണ്ട് വരുന്ന പോലെയാ. നിങ്ങളുടെ ഡിന്നറിന്റെ ഗുട്ടൻസ് അയാൾ അറിഞ്ഞ റിട്ടേൺസ് ശരിയല്ല എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപയുടെ പെനാൽറ്റി അടിച്ച് കൈ തരും. അയ്യോ ഡോക്ടർ, കരുനാക്കെടുത്തൊന്നും പറഞ്ഞേക്കരുത്. ഞാൻ പറഞ്ഞെന്നുള്ളൂ. നമുക്ക് അയാൾ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചൊന്ന് നോക്കാം. ആ ഫോണൊന്ന് എടുക്കുമെന്ന് വിളിക്കാം. അവിടെ ഒരു കാർഡ് ഇരിപ്പുണ്ട്. അതും പുള്ളിയുടെ പേഴ്സണൽ നമ്പറിൽ തന്നെ വിളിക്കാം. ഞാനുണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ഒരു പോയല്ലേ. നമസ്കാരം, ഞാൻ കൃഷ്ണനുണ്ണി. ഞാനിപ്പോ ഡിലൈറ്റ് മ്യൂസിക് ഇൻഡസ്ട്രീസ് MD ശ്രീ രാകേഷ് മേനോൻ എന്നെ ആദരിക്കാൻ സംഘടിപ്പിച്ച ഡിന്നർ പാർട്ടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും മെസ്സേജ് നൽകാനുണ്ടെങ്കിൽ ഈ ബീപ്പിന് ശേഷം പറഞ്ഞാൽ മതി. ബീപ്പ് ബീപ്പ് ബീപ്പ്. ഈ യാത്ര തുടങ്ങിയതെവിടെ നിന്നോ, ഇനിയൊരു വിശ്രമം എവിടെ ചെന്നോ, മോഹങ്ങൾ അവസാന നിമിഷം വരെ, മനുഷ്യബന്ധങ്ങൾ ചുടലവരെ. എത്രയായി? 90. സ്വർണ്ണമുഖിലെ എന്നുള്ള പാട്ട് ONV സാറിന്റെ അല്ല ഭാസ്കരൻ മാഷിന്റേതാണെന്ന് എനിക്ക് തിരുത്തി തന്നെ. അതിനൊരു 10 രൂപ എക്സ്ട്രാ. എന്താ ഇന്നത്തെ പാർട്ടിയിൽ എന്റെ പെർഫോമൻസ് നന്നായാലേ എനിക്ക് സിനിമയിൽ പാടാൻ അവസരം തരാമെന്ന് രാകേഷ് സാർ ഏറ്റിരിക്കാം. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. പിന്നെ അതല്ലേ എന്റെ പണി. അല്ല, സാറിന് വേണ്ടി ജ്വാലിക്കടയിൽ ഞാൻ പ്രാർത്ഥിച്ചോളാം. ഓക്കെ സാർ. എന്റെ ആറ്റോൽ അമ്മച്ചേ, ഇത് ഒരു ജന്മം. എങ്ങനെയുണ്ട്? നല്ല റിലീഫ് തോന്നുന്നുണ്ട്. അപ്പൊ ടാബ്ലറ്റ്സ് വർക്ക് ചെയ്ത് തുടങ്ങി. രക്ഷപ്പെട്ടു. പിന്നെ പെയിൻ കൂടുകയാണെങ്കിലും മാത്രം ഈ സെഡേറ്റീവ് കഴിച്ചോളൂ. സീമ വരുമ്പോ ചെറുതായിട്ട് ആവി പിടിച്ചു തരാൻ പറയും. ശരി. കൃഷ്ണനുണ്ണി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പോയി നോക്കാം. വെയിറ്റ്, ഞാൻ പോയി തുറക്കാം. നിങ്ങളുടെ ഗാനഗന്ധർവനെ ആദ്യം ഞാനൊന്ന് പരിചയപ്പെടുത്താം. വരണോ? നമസ്കാരം സർ. മിസ്റ്റർ കൃഷ്ണനുണ്ണി. യെസ്, CR കൃഷ്ണനുണ്ണി. ചേലാട്ട് രാമനുണ്ണി കൃഷ്ണനുണ്ണി. രാമനുണ്ണി എന്റെ. ഓക്കെ. എനിക്കറിയാം സർ. ഡിലൈറ്റ് മ്യൂസിക് ഇൻഡസ്ട്രീസ് MD രാകേഷ് മേനോൻ, പ്രൊഡ്യൂസർ ഓഫ് സോ മെനി ഓഡിയോ ആൻഡ് വീഡിയോ CDs, DVDs, മ്യൂസിക് ആൽബംസ് എക്സെട്ര. അധികം വൈകാതെ ഒരു സിനിമ നിർമ്മിക്കാൻ പോകുന്നുണ്ട്. അതിലാണ് ഞാൻ പാടാൻ പോകുന്നത്. No. Yes.
സാറിന്റെ കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നെറ്റിൽ നിന്നും എടുത്തു. ലേറ്റസ്റ്റ് റിലീസ് രാഗസന്ധ്യ ഗസൽ ആൽബം, മധുരക്കരിമ്പ്, മാപ്പിളപ്പാട്ടുകൾ വോളിയം 7, ക്രിസ്ത്യൻ ഡിവോഷണൽ ഗാഗുൽത്ത, പിന്നെ ദിണ്ടിവനം കുപ്പുസ്വാമിയുടെ നാണപ്പഴത്തെ പിടിന്ത്, പിന്നെ മിസ്റ്റർ കൃഷ്ണനുണ്ണി, അച്ഛൻ എനിക്ക് കൃഷ്ണനുണ്ണി എന്ന് പേരിടാൻ ഒരു കാരണമുണ്ട്. സാറിനറിയോ? ഇല്ല. എന്റെ അച്ഛൻ ചേലാട്ട് കൃഷ്ണനുണ്ണി രാമനുണ്ണിക്ക് ദക്ഷിണാമൂർത്തി സ്വാമിയോട് വലിയ ആരാധനയായിരുന്നു. ഞാൻ ജനിച്ച ഉടൻ അച്ഛൻ സ്വാമിക്ക് ഒരു കത്തെഴുതി, എനിക്ക് കൃഷ്ണനുണ്ണി എന്ന് പേരിട്ടാ മതിയോ എന്ന്. എനിക്ക് 3 വയസ്സായപ്പോ സ്വാമിയുടെ മറുപടി വന്നു, പോടും പോടും എന്ന്. സ്വാമി ആളാരാ? ഹൃദയ സരസില്. താങ്കൾ ഏറെ ആരാധിക്കുന്ന ഒരാളകത്തിരിപ്പുണ്ട്. സാറിന് എന്റെ പാട്ട് ഇഷ്ടമായില്ല. ആര് പറഞ്ഞു? പക്ഷെ എന്നേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് അദ്ദേഹത്തിന്. ഗണപതി ഭഗവാൻ, വിനായക, വിഘ്നേശ്വര, പിള്ളയാരപ്പ, ഗണേശ. സാറ് പറഞ്ഞത് വളരെ കറക്റ്റാ. ആദ്യം ഭഗവാൻ ഇഷ്ടപ്പെടണം, എങ്കിലേ വിഘ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. മിസ്റ്റർ കൃഷ്ണമണിയോട് വെയിറ്റ് ചെയ്യും, ഞാനിപ്പോ വരാം. ഓക്കെ. സംഗീതം എങ്ങനെയുണ്ട്? പറഞ്ഞ 100% കറക്റ്റാ. അപാര കക്ഷി തന്നെ. ഇത്ര ഇഡിയറ്റ് ആയിട്ടുള്ള ഒരാൾ ഇൻകം ടാക്സിൽ എങ്ങനെ കയറി പറ്റിയതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പൊ ശരി, ഓക്കെ. പിന്നെ ഫൂളാക്കാൻ വേറെ ആളെ കിട്ടാൻ വരുമ്പോൾ ഈ ഡോക്ടർ പരിഗണിക്കാം. സോറി ഡോക്ടർ, ബുദ്ധിയുള്ളവരെ ഞങ്ങൾ ഇതിന് പരിഗണിക്കില്ല. താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്. ടേക്ക് കെയർ. ഓക്കെ. രാകേഷ്, റിമെമ്പർ കംപ്ലീറ്റ് റെസ്റ്റ് ഫോർ ടുഡേ. ചെല്, രാകേഷ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ്. അയ്യോ, സാറ് രാകേഷ് സാറാണെന്ന് കരുതി എന്റെ കുടുംബ ചരിത്രമൊക്കെ ഞാൻ വിളമ്പി. അത് കേൾക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയെന്ന ഞാൻ കരുതുന്നത്. സാർ ആള് കാണുന്ന പോലെയല്ല, നല്ല വിവരമുണ്ട്, ബുദ്ധിയുണ്ട്. അകത്ത് സാറിന്റെ മൂഡ് എങ്ങനെയുണ്ട്? മൂഡ് കുഴപ്പമില്ല, വേറെ ചെറിയ പ്രശ്നമുണ്ട്. അയ്യോ, അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. കൃഷ്ണനുണ്ണി നല്ലൊരു പാട്ട് പാടി കൊടുത്താൽ മതി, എല്ലാം ശരിയാവും. എന്തിനാ ഒന്നാക്കുന്നത്? 1000-ൽ കൂടുതൽ പാട്ടുകൾ ഇതിലുണ്ട്, ഞാൻ പാടിക്കൊടുക്കാം. എങ്കിൽ ഗോഡ് ബ്ലസ് ഹിം. എന്താ? അത് എല്ലാവർക്കും നന്മ വരട്ടെ എന്നു. സാർ ഒരു വലിയ മനുഷ്യനാ. വലിപ്പം കുറക്കണം. മേ ഐ കം ഇൻ സർ? യെസ്, വെൽക്കം വെൽക്കം മിസ്റ്റർ കൃഷ്ണനുണ്ണി. താങ്ക്സ്. വരൂ. വെരി പ്ലീസ് ടു മീറ്റ് യു സർ. യെസ്. എനിക്ക് എഴുന്നേൽക്കാൻ നല്ല ബുദ്ധിമുട്ട്. എന്ത് പറ്റി സർ? ഒരു സ്പ്രേ. ഇവിടെ നാരങ്ങ വെള്ളം ഉണ്ടാവോ? നാരങ്ങ വെള്ളം കുടിച്ചാൽ ഉളുക്ക് മാറുമോ? ഏയ്, എനിക്ക് കുടിക്കാനാ ഭയങ്കര ദാഹം. സോറി, ഇവിടെ ആരും ഇല്ല. സാരമില്ല. പിണ്ണതൈലം ഉണ്ടാവോ? പിണ്ണതൈലം കുടിക്കുവോ? അത് കുടിക്കാനല്ല, സാറിന്റെ ദേഹത്ത് പുരട്ടി തരാനാ. പിന്നെ കൊട്ടൻ ചുക്കാതി കഷായം, അത് പുരട്ടാനല്ല, ഉള്ളി കഴിക്കാനാ. അതോടെ ഏത് ഉളുക്കും പമ്പ കിടക്കുമെന്നാ കുറുപ്പ് സാറ് പറയണേ. മരുന്നൊക്കെ ഡോക്ടർ തന്നിട്ടുണ്ട്. ബട്ട് ഐ ഹാവ് ടു ടേക്ക് റെസ്റ്റ്. സോ നമ്മുടെ ഇന്നത്തെ ഡിന്നർ ക്യാൻസൽ ചെയ്യേണ്ടി വരും. ഐ എം സോറി, ഇത്രയും ദൂരം വിളിച്ചു വരുത്തിയിട്ട്. അതൊന്നും സാരമില്ല സർ. ആന ഉണ്ടെങ്കിൽ ആന പിണ്ടത്തിനാണോ പഞ്ഞം? ഡിന്നർ ഇന്നല്ലെങ്കിൽ പിന്നെ ഒരിക്കൽ. പക്ഷേ മിസ്റ്റർ കൃഷ്ണനുണ്ണി ഇനി എന്നാണ് ഫ്രീ ആയിട്ട് കിട്ടുക? എന്ന് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും സാർ വിളിച്ചാൽ മതി, ഞാൻ പറന്നെത്തും. ഐ എം ഓൾവേസ് അറ്റ് യുവർ സർവീസ് സർ. താങ്ക് യു മിസ്റ്റർ കൃഷ്ണനുണ്ണി. പിന്നെ മിസ്റ്റർ കൃഷ്ണനുണ്ണി എന്നുള്ള ഈ വിളി ഒന്ന് സാർ ഉപേക്ഷിക്കണം. എന്നെ ഉണ്ണി എന്ന് വിളിച്ചാൽ മതി. ഓക്കെ മിസ്റ്റർ ഉണ്ണി. അപ്പോഴും മിസ്റ്റർ ഫോൺ ഒന്നിങ്ങോട്ട് എടുക്കൂ. ഹലോ. രഘു, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. നമുക്ക് ഇന്നത്തെ പാർട്ടി ക്യാൻസൽ ചെയ്യേണ്ടി വരും. ഐ എം ഹാവിങ് എ ഡേർട്ടി ബാക്ക് പെയിൻ. പിന്നെ ആളൊക്കെ എത്തി, ഇതാ എൻ്റെ മുന്നിൽ ഇരിപ്പുണ്ട്. അസാമാന്യ പ്രതിഭയാ, വെരി സ്മാർട്ട് ആൻഡ് ഇന്റലിജന്റ്. ഇന്നത്തെ പാർട്ടി നടന്നിരുന്നെങ്കിൽ പുള്ളി കലക്കിയന്. പെയിൻ കുറയാണെങ്കിൽ ഞാൻ പുള്ളിയെ കൂട്ടിയിട്ട് അങ്ങോട്ട് വരാം. ഓക്കെ ഓക്കെ രഘു, താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. എന്തിന്? എന്നെ പ്രതിഭ, സ്മാർട്ട്, ഇന്റലിജന്റ് എന്നൊക്കെ വിശേഷിപ്പിച്ചില്ലേ? ഒറ്റ നോട്ടത്തിൽ തന്നെ എന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ സാറിന്റെ ബുദ്ധി അപാരം തന്നെ. ഉണ്ണി സംഗീതം ശാസ്ത്രീയമായിട്ട് അഭ്യസിച്ചിട്ടുണ്ടോ? എനി ട്രെയിനിങ്? സർ, ഉള്ളിൽ സംഗീതമില്ലാത്തവർക്കാണ് ഈ ട്രെയിനിങ്ങിന്റെ ഒക്കെ ആവശ്യം. ഇതെന്താണെന്നറിയോ? കൈയല്ലേ? അല്ല, എന്റെ സിരകളിൽ കൂടി ഒഴുകുന്ന സംഗീതം. കണ്ടാ പറയില്ല. എന്റെ അച്ഛന്റെ വീടിന്റെ തൊട്ടു മുന്നിലായിരുന്നു ചെമ്പൈ സംഗീത അക്കാദമി. അതിന്റെ ഉദ്ഘാടനത്തിന്റെ നോട്ടീസ് നാട് മുഴുവൻ ഓടി നടന്ന് വിതരണം ചെയ്തത് എന്റെ അച്ഛനായിരുന്നു. പക്ഷേ അക്കാദമിയിൽ ഫീസ് കൊടുത്ത് പഠിക്കാനുള്ള കഴിവ് അച്ഛനില്ലായിരുന്നു. സംഗീതത്തോടുള്ള ഉത്കടമായ അഭിനിവേശം കാരണം അദ്ദേഹം ആ സ്ഥാപനത്തിൽ കാഷ്യറായി ജോലിക്ക് കയറി. നോട്ടുകൾ എണ്ണുമ്പോഴും അച്ഛന്റെ ശ്രദ്ധ മുഴുവൻ ക്ലാസ്സിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു പാർട്ടിക്ക് 100 രൂപയുടെ കെട്ടെടുത്ത് കൊടുക്കേണ്ടതിന് പകരം അച്ഛൻ 500 രൂപയുടെ കെട്ടെടുത്ത് കൊടുത്തു. അതോടെ ജോലിയും പോയി, സംഗീതവും പോയി. അന്ന് തൊട്ട് 500 രൂപയോടെ എനിക്ക് വേണ്ട, ബാക്കി പറയുന്നില്ല, സാറിന് ബോറടിക്കുന്നുണ്ട്.
നോ 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 ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് കം ഓൺ ക്യാരി ഓൺ. അച്ഛന് സാധിക്കാത്തത് റേഡിയോയിലെ ചലച്ചിത്ര ഗാനങ്ങൾ കേട്ട് കേട്ട് ഞാൻ നേടിയെടുത്തു. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ജോലി ചെയ്യുമ്പോഴും കുളിക്കുമ്പോഴും എന്ന് വേണ്ട എപ്പോഴും ഏതെങ്കിലും ഒരു പാട്ട് എന്റെ ചുണ്ടുകളിൽ തത്തി കളിക്കുന്നുണ്ടാവും. അവധി ദിവസമാണെങ്കിൽ കുളിക്കുന്നതിനിടയ്ക്ക് ഒരു 100 പാട്ടെങ്കിലും ഞാൻ പാടും. എന്നാലും അതിന്റെ പേരില് അയൽവക്കത്തുള്ളവരൊന്നും ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഒഴിക്കട്ടെ? അയ്യോ വേണ്ട സാർ, എനിക്ക് വേണ്ട സാധനം എപ്പോഴും എന്റെ ബാഗിനകത്ത് ഉണ്ടാവും. അത് ശരി. ഇന്നൊരു ദിവസത്തേക്ക് നാടൻ ഒഴിവാക്കിയിട്ട് ഈ ഫോറിൻ ഇത് ആയിക്കോട്ടെ. നാടൻ തന്നെ, പക്ഷെ സാർ ഉദ്ദേശിക്കുന്ന പോലെ മദ്യമല്ല, പിന്നെ തേനിൽ ചൂടുവെള്ളം മിക്സ് ചെയ്തതാ. Cheers. Cheers. കണ്ഠശുദ്ധിക്ക് വളരെ നല്ലതാ. ഞാനും ദാസേട്ടനും ഒക്കെ സ്ഥിരമായിട്ട് ഇത് കഴിക്കും. ഒരുമിച്ച് പാടാനുള്ളതല്ലേ. യേശുദാസിന്റെ കൂടെ ഒരുമിച്ച് പാടിയിട്ടുണ്ട്. പിന്നെ ദാസേട്ടൻ റേഡിയോയിൽ പാടും, ഞാൻ കൂടെ പാടും.